നമ്മൾ കടന്നു വരാനിരിക്കുന്ന ദിവസങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. സാധാരണ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയായിട്ട് തീരാൻ പറ്റൂല എന്നാണ് പറയുന്നത്. റമളാനിലെ പകലിനും രാത്രിക്കും മാത്രമല്ല പ്രാധാന്യം എന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലിന്റെ പ്രയോഗം എന്താണ്? പ്രവാചകൻ സുദർശനങ്ങൾ പറയുന്നത് അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശർ. ദുന്യാവിലെ ഏറ്റവും മഹത്തായ പകലുകൾ, ആ ഭാഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു വായിക്കണം. ദുന്യാവിലെ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്തായ പകലുകൾ അതേതാണ്? അശ്രി ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആ 10 ദിവസങ്ങളിലെ പകലുകളാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, വലാ മിസ്ലഹുന്ന ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തെക്കാളും മഹത്തരമാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ, വലാ മിസ്ലഹുന്ന ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തെക്കാളും അത് മഹത്തരാണ്. ഒരാൾ യുദ്ധത്തിന് പോയിട്ട് അയാൾ അവിടെ മരിക്കുകയാണെങ്കിൽ, ആ യുദ്ധത്തിൽ അയാൾ വഫാത്താവുകയാണെങ്കിൽ, അയാൾക്ക് രക്തസാക്ഷിത്വത്തിന്റെ സാധ്യത തെളിയുകയാണെങ്കിൽ അത് മാത്രമേ ഇതിന്ന് മാറ്റി നിർത്താൻ പറ്റുള്ളൂ. യുദ്ധം ചെയ്തു പോന്നു, അപകടമൊന്നും ഉണ്ടായില്ല, ആ വ്യക്തിക്ക് കിട്ടുന്ന പുണ്യത്തിലേറെ എന്ത് ചെയ്യും? ഈ ദിനങ്ങളിൽ ഇബാദത്ത് എടുക്കുന്നവർക്ക് പുണ്യം കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇനി ഒന്നുകൂടി 4ാമത്തെ ഒരു പോയിന്റ്, സൽക്കർമ്മങ്ങളിൽ ചെയ്യാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പകലുകളാണ് അത് എന്നാണ്. മാമിൻ അയ്യാമിൽ അമലി സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ദിവസങ്ങളിലെ പകലുകളിൽ ചെയ്യുന്ന ആരാധനകളെക്കാൾ മറ്റൊരു പകലുകളിലെയും ആരാധനകൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള ദിനങ്ങൾ ഇഷ്ടമല്ല എന്നല്ല, മറിച്ച് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പകലുകൾ. ദുൽഹിജ്ജ 1, ഇന്ന് ദുൽഖഅദ 25 എത്തി. ദുൽഹിജ്ജ 1 പിറന്നാൽ അത് മുതൽ 10 ദിവസങ്ങൾ, പെരുന്നാൾ ഉൾപ്പെടെയുള്ള 10 ദിവസങ്ങളിലെ പകലുകളിലെ അമൽ അത് ഏറ്റവും മഹത്തരാണെന്ന്. അപ്പോഴും സഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിലെ ജിഹാദ് ഈ ഗണത്തിൽ പെടുവോ നബി എന്ന് ചോദിച്ചപ്പോ, ജിഹാദിനെക്കാളും വലുതാണോ റസൂൽ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയാ, അതെ, ജിഹാദിനെക്കാളും വലുതാണ്, ഒരാളുടെ ജിഹാദ് ഒഴികെ. ആ ജിഹാദിന്റെ പ്രത്യേകത എന്താ? ഇല്ല റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ. അയാൾ എന്ത് ചെയ്തു? അയാളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും പുറപ്പെട്ടു, കയ്യിലുള്ളത് മുഴുവൻ എടുത്ത് പുറപ്പെട്ടു, ധനം മുഴുവൻ അവിടെ പോയി. എന്താ? ശത്രുവിനോടുള്ള യുദ്ധത്തിൽ പലരെയും സഹായിക്കാൻ വേണ്ടി, വാള് വാങ്ങാൻ വേണ്ടി, ഒട്ടകം വാങ്ങാൻ വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ശത്രു അത് മുഴുവൻ അപഹരിച്ചെടുത്തു പോയി, അയാളുടെ ജീവനും അപഹരിച്ചെടുത്തു. അങ്ങനത്തെ ഒരു പോരാളിക്ക് ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഇബാദത്ത് എടുക്കണിലേറെ കൂലി കിട്ടും. അല്ല, ഒരു പടയാളി, അയാൾ യുദ്ധം ചെയ്തു, ശരീരത്തിനൊന്നും പറ്റില്ല, സമ്പത്തിനൊന്നും പറ്റില്ല, അയാൾക്ക് കൂലി കിട്ടില്ല, കിട്ടും. പക്ഷേ ആ കാര്യത്തെക്കാളും മഹത്തരമായ ദിനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ റമളാനിലെ അവസാനത്തെ 10 ഉണ്ട്, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ ഏതാണ് മഹത്വം? അല്ലേ? പണ്ഡിതന്മാർ പറയാണ്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവയിൽ പറയാണ്, അയ്യാമു അശ്രി ദുൽഹിജ്ജ അഫ്ളലു മിൻ അയ്യാമിൽ അശ്ർ മിൻ റമളാന. ദിവസങ്ങളുടെ പകല് നോക്കുമ്പോൾ, ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക, ദിവസങ്ങളുടെ പകല് നോക്കുമ്പോൾ ദുൽഹിജ്ജയിലെ പകലിനാണ് റമളാനിലെ അവസാനത്തെ 10 പകലിനേക്കാളും മഹത്വം. എന്നാലോ വല്ലയാലിൽ അശ്ർ അവൽ അവാഖിർ മിൻ റമളാന, റമളാനിലെ അവസാനത്തെ 10 രാത്രികളോ അത് അഫ്ളലു മിൻ ലയാലി അശ്ർ ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യ 10 രാത്രികളെക്കാളും മഹത്തരാണ്. അപ്പോൾ രാവ് കൊണ്ട് മഹത്വം കൂടുതലുള്ളത് അവസാനത്തെ 10 റമളാനിലെ അവസാനത്തെ 10 രാവുകൾക്കാണ്. പകലുകൊണ്ട് കൂടുതൽ മഹത്തേതാ? റമളാനിലെ അവസാനത്തെ 10 പകലുകളെക്കാളും മഹത്തരമായ പകലുകളാണ് ഏത്? ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ പകൽ എന്നാണ്. നമ്മൾ ഈ അവസാനത്തെ 10 ആവുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും, പള്ളിയിലൊക്കെ ഒന്ന് വിരലുടങ്ങും, അല്ലെ? അപ്പൊ ആ റമളാനിലെ അവസാനത്തെ 10 പകലിൽ നമ്മൾ കാണിച്ച ശ്രദ്ധ ഉണ്ടല്ലോ, അല്ലെങ്കിൽ രാത്രി കാണിച്ച ശ്രദ്ധ ഉണ്ടല്ലോ, ആ ശ്രദ്ധയാണ് യഥാർത്ഥത്തിൽ ഇനി വരാനിരിക്കുന്ന ഈ ദിവസങ്ങൾക്ക് നൽകേണ്ടത് എന്നാണ് നമ്മൾ അതിനെ കുറിച്ച് പറയേണ്ടത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ എന്താ പറയാ ഫത്ഹുൽ ബാരിയിൽ പറയാണ്, വല്ലദി യൽഹറു അന്ന സബബ ഫി ഇംതിയാസ് അശ്രി ദുൽഹിജ്ജ. എന്തുകൊണ്ടാണ് ദുൽഹിജ്ജയിലെ ഈ പറയുന്ന ആദ്യ 10കൾക്ക് വലിയൊരു പ്രാധാന്യം വരുന്നത്? ലിമക്കാനി ഇജ്തിമാഇ ഉമ്മഹാത്തുൽ ഇബാദാത്തി ഫീഹി, എല്ലാ ഇബാദത്തുകളും, ഒരു വിശ്വാസിയുടെ എല്ലാ ഇബാദത്തുകളും ചേരുന്ന 10 ദിവസങ്ങളാണത്. വഹിയ അസ്വല, അതിൽ നിസ്കാരമുണ്ട്, വസ്സുയാം നോമ്പുണ്ട്, വസ്സദഖ സദഖയുണ്ട്, വൽ ഹജ്ജു ഹജ്ജുണ്ട്, വലാ യതി ദാലിക ഫീ ഗൈരി. ഈ 4 ഒന്നിച്ച് വേറെ എവിടെയും വരൂല. അവസാനത്തെ 10 റമളാന്റെ അവസാനത്തെ 10 ഹജ്ജില്ല, റമളാനിന്റെ അവസാനത്തെ 10 ഹജ്ജില്ല, ഇവിടെ ഹജ്ജ് ഉൾപ്പെടെയുള്ള എല്ലാം ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് വകാന സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് ഇദാ ദഖലത്തിൽ അശ്റു ഇജ്തഹദ ഇജ്തിഹാദൻ ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി. അദ്ദേഹം സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് പറ്റാത്തത്ര വലിയ പരിശ്രമം, വയസ്സുകൊണ്ടും പ്രായം കൊണ്ടും, അല്ലേ,
തളർന്നുപോയ അദ്ദേഹത്തിന് സാധിക്കാത്തത്ര വലിയ പരിശ്രമം ആ ദിവസങ്ങളിൽ നടത്താറുണ്ടായിരുന്നു എന്നാണ്. അത്രയും വലിയ അധ്വാനം അവരൊക്കെ നടത്തിയിരുന്നു എന്ന് നമുക്ക് രേഖപ്പെട്ട് കാണാം. അപ്പം ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും നമ്മൾക്ക് എല്ലാവർക്കും ഇനി യൂട്യൂബിൽ ഇത് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാകേണ്ട ഒരു കാര്യം, ദുൽഹിജ്ജ ഒന്ന് പറക്കണത് നമ്മൾ അറിയണം, അല്ലേ? ദുൽഹിജ്ജ പറക്കണത് നമ്മൾ അറിയണം. അതെന്തിനാ, എന്നാണ് ഹജ്ജ് എന്നറിയാനല്ല. നമ്മളുടെ ആ ദിവസങ്ങൾക്കൊരു പുതിയ ക്രമീകരണം കൊണ്ടുവരണം. നിസ്കാരമൊക്കെ നമ്മൾ കഴിഞ്ഞ പിന്നെ ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ആ ജമാഅത്തൊക്കെ കൈവിട്ടുപോയ ആളുകൾ, ആ ജമാഅത്തിൻ്റെ മുമ്പും പിമ്പൊക്കെ ഉള്ള സുന്നത്തുകളൊക്കെ പതുക്കെ കയ്യിൽ നിന്ന് പോയ ആളുകൾ, അതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാനും ഒന്ന് ശരിയാക്കാനുള്ള ദിവസങ്ങളാണ്. സഹോദരിമാരൊക്കെ പെരുന്നാപ്പണി ഉണ്ടെന്നും പറഞ്ഞിട്ട് വീട്ടുജോലികളിൽ അങ്ങനെ മുഴുകി ഒരു പേജ് അധികം ഓതുന്നതിന് പകരം ഒരു 10 പ്ലേറ്റ് അധികം കഴുകുന്നിടത്തേക്ക് പോകുകയല്ല വേണ്ടത്. ഭക്ഷണമേളങ്ങളിൽ കൊണ്ടുവന്നിട്ട്, അല്ലേ? അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചൊരു ശ്രദ്ധ നമുക്ക് വേണം. ഈ വെള്ളിയാഴ്ച മലയാളത്തിൽ ഖുത്ബ പറയുന്ന പള്ളിയിൽ വരുന്നതിൻ്റെ ആകെ ഗുണം അതുള്ളൂ. ഇതൊക്കെ എന്താ, ഒന്ന് റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിച്ച് ജുമയിൽ പങ്കെടുക്കുക, രണ്ടാമത്തെ എന്താ, പറഞ്ഞതൊക്കെ കറക്റ്റ് മനസ്സിലാകും, അല്ലേ? നമ്മളെ ചുറ്റും ഒരുപാട് പള്ളികളുണ്ട്. അവിടെ പോയ ഒരാൾക്കും ദുൽഹിജ്ജന്റെ മഹത്വം കിട്ടിയിട്ടുണ്ടാവില്ല മിമ്പർമെന്ന്. ഈ മിമ്പർമറ്റ് താഴെ വല്ലവരും പറഞ്ഞെങ്കിലേ ഉള്ളൂ, അത്രയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പറയണത്, നമുക്ക് കിട്ടിയ ഈ തിരിച്ചറിവ് നമ്മളെ കുടുംബത്തോട് സംസാരിക്കണം, മക്കളോട് സംസാരിക്കണം. ആ ദിവസങ്ങളെ കുറച്ചും കൂടി ചിട്ടപ്പെടുത്താൻ ശ്രമിക്കണം. മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളൊക്കെ തന്നെ ആയിരിക്കും, എന്നാലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഇബാദത്തുകൾ എന്തൊക്കെയാണ്? ഒന്ന് നമസ്കാരം തന്നെയാണ്. അസ്വലാത്തു അലാ വഖ്തിഹാ എന്നാണ് പറയാം. നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക. നിസ്കാരത്തിൻ്റെ അഫ്ളലിയത്തിന്റെ സമയത്തിന് അത് നിസ്കരിക്കുക. ഒരു നിസ്കാരം അതിൻ്റെ സമയം വിട്ട് അവസാനത്തേക്ക് എത്തുമ്പോഴാണോ ഞാൻ നിസ്കരിക്കൽ എന്ന് എല്ലാവരും വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കണി. ഞാൻ എൻ്റെ നിസ്കാരം അതിൻ്റെ സമയം വിട്ടതിൻ്റെ ശേഷമാണോ, മധ്യഭാഗം വിട്ടതിൻ്റെ ശേഷമാണോ, ളുഹ്റ് ബാങ്ക് കൊടുത്ത് പിന്നെയും കുറേ മണിക്കൂറുകൾക്ക് ശേഷമാണോ, 12:46 ബാങ്ക് വിളിച്ച് അങ്ങനെ പോന്നിട്ട് കുറേ കഴിഞ്ഞതിൻ്റെ ശേഷമാണോ എൻ്റെ നിസ്കാരം എന്ന് ഞാൻ ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ അത് തിരുത്തണം. അത് തിരുത്തിയിട്ടില്ലെങ്കിൽ അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിലെ ആദ്യത്തെ വിചാരണ നിസ്കാരത്തെക്കുറിച്ചായിരിക്കും എന്നാണ്. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മാത്രമല്ല, നിസ്കാരത്തിൽ സുജൂദുണ്ട്. സുജൂദിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച ഹദീസ് ഞാൻ വീണ്ടും വായിക്കുകയാണ്. എന്താ, ദുൽഹിജ്ജയുടെ പ്രാധാന്യത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും വായിക്കുകയാണ്. എന്താ, ഒരാളൊരു സുജൂദ് ചെയ്യുമ്പോൾ അയാൾക്ക് ആ സുജൂദ് കൊണ്ട് അള്ളാഹു ഒരു പദവി ഉയർത്തിക്കൊടുക്കും. ഇല്ലാ റഫഅക ഇലൈഹി ബിഹാ ദർജതൻ, ഓരോ സുജൂദും അയാളുടെ പദവിയെ അള്ളാഹു ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ വഹത്ത അൻക ബിഹാ ഖതിഅതൻ, ഓരോ പാപങ്ങളെ അള്ളാഹു എടുത്തു കളയുന്നുണ്ട്. നമ്മൾ അങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ നീയത്തുണ്ടോ? നമ്മൾ കുത്തിമറിഞ്ഞ് എണീറ്റ് പോകുക ചെയ്യുക. വേറെ പല ഫിക്റായിരിക്കും ഉണ്ടാകുക, അല്ലേ? വേറെ പല ഫിക്റായിരിക്കും ഉണ്ടാകുക. കുട്ടികളൊക്കെ സെക്കൻഡുകൾ കൊണ്ട് നിസ്കാരം തീർക്കണതാണ്. മീപ്പി ഒരുപാട് സമയം, മീപ്പിയും പറയാനെടുത്ത സമയം നോക്കുമ്പോൾ ഒരു 50 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, അല്ലേ? പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അയിമക്കണ അണിയില്ല, എങ്ങനെയുണ്ട് പറഞ്ഞാലും അണിയില്ല. ഒറ്റത്തവണ കൊണ്ട് ചെയ്യേണ്ട കാര്യം പിന്നെയും പറഞ്ഞ് വെറുതെ പാപ്പാരിൻ്റെയും ഉമ്മാൻ്റെയും പ്രഷർ ഇളക്കിച്ച് എല്ലാ തൊള്ളിൽ നിന്നുള്ള വേണ്ടാത്തൊക്കെ കേട്ടിൻ്റെ ശേഷം, അല്ലേ? വേണ്ടതൊക്കെ കേട്ടിൻ്റെ ശേഷം എന്ത് ചെയ്യുള്ളൂ, ഇജത് പണിക്ക് നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സ്വഭാവമൊക്കെ അവസാനിപ്പിക്കാനും കൂടി പറ്റിയൊരു സമയമാണിത്. ഓരോ സുജൂദിൻ്റെയും കൂലിയാണ്. നമ്മളെ അള്ളാഹു ഒരു ദർജ ഉയർത്തും. സ്വർഗത്തിൽ പല പല ദർജ. സ്വർഗത്തിൽ ഏറ്റവും കുറഞ്ഞ പുണ്യം കിട്ടുന്ന ആളുകൾക്ക് കിട്ടുന്ന ദർജ എന്താ അറിയോ? ഒരു മഖഅദ് കൊടുക്കുന്ന, ഒരു ഇരിപ്പിടം കൊടുക്കുന്നതാണ്. ആ ഇരിപ്പിടത്തുമ പോയിരുന്നാൽ ആ ഇരിപ്പിടം പറയും, നിനക്ക് വേണ്ടതൊക്കെ ചോദിച്ചോ. അപ്പോൾ അയാളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, നിനക്ക് വേണ്ടതൊക്കെ ആഗ്രഹിച്ചോ. ചോദിക്കാനുള്ള സമയം കൂടി കളയണ്ടെന്നുള്ള നിലയ്ക്ക് വെറുതെ അങ്ങനെ ചിന്തിക്കുക, എനിക്കത് വേണം, ഐസ്ക്രീം വേണം, അല്ലേ, സ്റ്റാർബക്സ് വേണം, അത് വേണം, ഇത് വേണം, ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ അങ്ങനെ കയ്യിക്ക് ഇങ്ങനെ വരിക. എന്താ സ്വർഗം, എന്താ രസം സ്വർഗം. ആ സ്വർഗത്തിലേക്കുള്ള പദവി കൂട്ടി കിട്ടും. അത്രയും ഉയർന്ന പദവികളിലേക്ക് കയറി. ഓരോ സുജൂദിന്റെ മഹത്വമാണ്. അപ്പൊ പിന്നെ മുടി കേടുരോ, അല്ലേ, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പോയിട്ടുണ്ടാകും. ഒന്നും എടുത്ത് നിസ്കരിച്ചാൽ അത് പോകുമോ നേരത്തെ നിസ്കാരത്തിന് പോകാതിരിക്കൂല. മിക്കവാറും ഒന്നും സ്കൂളുകളിൽ നിങ്ങളെടുത്ത് പരിശോധിച്ച കുട്ടികളാരും നിസ്കരിക്കല്ല. ഒരു കുട്ടി നിസ്കരിക്കല്ല. വളരെ തുലോം തുച്ഛം കുട്ടികൾ നിസ്കരിക്കാൻ പോകുള്ളൂ. പെൺകുട്ടിയൊക്കെ എന്തായാലും നിസ്കരിക്കാൻ നമ്മുടെ നാട്ടിൽ സൗകര്യമല്ല. ഒരു പ്രശ്നമല്ല സമുദായത്തിന്, ഒരു പ്രശ്നമല്ല. പണ്ടെപ്പോഴോ ഒരു മുസ്ലിയാർ പറഞ്ഞ അബദ്ധത്തുമ്പോ പിടിച്ചു നിൽക്കുകയാണ്. പെണ്ണുങ്ങൾ പള്ളി പോയാൽ ഹറാമാണ്. മുസ്ലിയാർ എഴുതിയതും പറഞ്ഞതും പ്രസംഗിക്കണതൊക്കെ അവിടെ മൂപ്പരുണ്ടാക്കിയ പള്ളിയിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള വലിയ സൗകര്യം. കാരണം എന്താ, അത് ലൈലത്തുൽ ഖദറിന്റെ രാവ് പ്രതീക്ഷിച്ച് മനുഷ്യന്മാരെ പാടത്ത് കിറക്കണാണല്ലോ. അപ്പോൾ അവിടെ വരുന്നവർക്ക് മസല പറഞ്ഞിക്കാൻ പിടിച്ചിക്കാൻ
ഇവിടെ കൊള്ളാത്തവരെയാണ് ഞങ്ങൾ പാടത്ത് കിറക്കണത് എന്ന് പറയാൻ. കാരണം ഈ അവസാനത്തെ 10 അള്ളാഹുവിൻ്റെ റസൂൽ പള്ളിക്കൊക്കെ വിളിച്ചേ, മൂപ്പര് പാടത്തൊക്കെ വിളിക്കണേ. എനിക്കാരോടും വിരോധം ഉണ്ടായിട്ട് പറയണല്ല, മസ്അല ചിലത് പറയേണ്ട മാതിരി പറഞ്ഞാലേ തിരിയുള്ളൂ, അതുകൊണ്ടാണ് പറയണത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തെ ശരിയാക്കാൻ ഈ ദിവസങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. ഇനി രണ്ടാമത്തെ കാര്യം നോമ്പാണ്. നോമ്പിന്റെ പ്രത്യേകത എന്താ? നമ്മളെ ഒരു നോമ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നോമ്പ് കാലം വരെ നോമ്പില്ലാത്ത ആളുകളാണ് സമുദായത്തിലെ 10,000-കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാര്. സീസണൽ പരിപാടിയാണ്. എന്നാലോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് നോറ്റിരുന്നത് എങ്ങനെ? കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദുൽഹിജ്ജ 9 നബി നോറ്റിരുന്നു. വയൗമ ആശൂറ നോമ്പ് നബി നോറ്റിരുന്നു. താസുഅ നോൽക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ? മുഹറം മാസത്തിലെ 9, 10 നോമ്പുകളെ കുറിച്ചാണ് നമ്മൾ അങ്ങനെ പറയാം. വസലാസത്തി അയ്യാമി മിൻ കുല്ലി ശഹർ, എല്ലാ മാസത്തിലെയും അയ്യാമുൽ ബീദ് 13, 14, 15 നോൽക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തിങ്കളും വ്യാഴവും നോൽക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. നോമ്പുകൾ ഇങ്ങനെ കുറെ ഉണ്ടെങ്കിലും ചില ആളുകൾക്ക് എന്താ, ഒരു നോമ്പ് കാലം കഴിഞ്ഞാൽ അടുത്ത നോമ്പ് കാലം വരെ നോമ്പില്ല. അവർ പ്രത്യേകം ഓർക്കേണ്ട ഹദീസാണ്, കുല്ലു അമലി ഇബ്നി ആദമ ലഹു കുല്ലു അമലി ബനി ആദമ ലഹു ഇല്ല സിയാം ഫഇന്നഹു ലി വഅന അജ്സി ബിഹി. എന്താ, കുല്ലു അമലി ബനി ആദമിന്റെ സന്തതികളുടെ അമലുകളൊക്കെ അവനുള്ളതാണ്, നോമ്പൊഴികെ. നോമ്പ് എനിക്കുള്ളതാ. വഅന അജ്സി ബിഹി, ഞാനാണ് എനിക്ക് കൂലി കൊടുക്കണത്. എന്ന് പറഞ്ഞാൽ എന്താ, ദിക്റിന്റെയും ദുആന്റെയും ഒന്നും കൂലി പടച്ചോനല്ലേ തരുന്നത്? അതെ. എന്നാൽ നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും ഇഷ്ടപ്പെടുന്നു. ശരിക്കും വഅന അജ്സി ബിഹി എന്നുള്ളത് വല്ലാത്തൊരു വർത്താനാണ്. കാരണം നമ്മൾ റമളാൻ മാസത്തിലൊക്കെ സാധാരണ ഓർമ്മിപ്പിക്കണം, നല്ല ലോഡിങ് തൊഴിലാളി, ഫുൾ AC-ലിരുന്ന് ജോലി ചെയ്യുന്ന ഒരാൾ അല്ലേ? ഈ രണ്ടാളും തമ്മിൽ ഒരു ജോലിന്റെ ഒരു ടെൻഷനും ഇല്ലാത്ത ഒരാൾ, ഒപ്പർക്കുള്ള പൈസ അക്കൗണ്ടിലേക്ക് അങ്ങനെ വരും. ഈ 3 ആൾക്കും ഒരേമാതിരി അല്ലല്ലോ പടച്ചോൻ കൂലി കൊടുക്കേണ്ടത്, ആണോ? പ്രായമായി ശാരീരിക തളർച്ച ഉള്ള ഒരാൾ, ഒരു ഡയബറ്റിക് പേഷ്യന്റ്, ഒരു ഷുഗർ രോഗി, ഒരു അസുഖമില്ലാത്ത ഒരാൾ, ഇവർക്കൊന്നും ഒരേപോലെയല്ല കൂലി കൊടുക്കണ്ടേ. അപ്പൊ ഓരോരുത്തർക്കും മൈക്രോ ലെവലിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് തന്നെ പഠിച്ചും കൂലി കൊടുക്കുക. അതുകൊണ്ട് നോമ്പ് ഈ ദിവസങ്ങളിൽ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് ദുൽഹിജ്ജ 9 നോമ്പ്. ദുൽഹിജ്ജ 9 ദിവസവും നമുക്ക് നോമ്പ് നോൽക്കാം. 1 മുതൽ 9 വരെയും നോമ്പ് നോൽക്കാം. ദുൽഹിജ്ജ 10 എന്തായിരിക്കും? പെരുന്നാളായിരിക്കും. അന്ന് നോമ്പ് നോൽക്കൽ ഹറാമാണ്. അന്ന് നോമ്പ് ഒരിക്കലും നോൽക്കാൻ പാടില്ല. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ദിനങ്ങളിൽ ദുൽഹിജ്ജ 9 ഏതായാലും വിട്ടൂടാ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രയോഗം, ഹാജിമാര് അറഫയിൽ ഒരുമിച്ച് കൂടുന്ന നേരത്താണ് നിങ്ങൾ നോമ്പ് നോൽക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. ഹാജിമാര് അറഫയിൽ ഒരുമിച്ച് കൂടുന്ന നേരം നോക്കി അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഓരോ നാട്ടിലും ദുൽഹിജ്ജ 9 എത്തുമ്പോഴാണ് അവിടുത്തെ ആളുകൾ നോമ്പ് നോൽക്കേണ്ടത്. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രയോഗം എന്താ പ്രയോഗം? ദുൽഹിജ്ജ 9 നോമ്പ് എന്നാ പ്രയോഗം. അതിന്റെ പേര് സോമിയോമി അറഫ ദിനത്തിന്റെ നോമ്പ് എന്നാണ്. കാരണം ഹാജിമാർ അവിടെ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന സമയത്താണ് അത് സംഭവിക്കണമെന്നുള്ളതുകൊണ്ട്. അപ്പൊ ഇതിന്റെ പേരിൽ പല വിവാദങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഒറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി, എല്ലാ വർഷവും ഓർമ്മയാക്കുന്ന കാര്യമാണ്. എന്താ? ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഈ ഹാജിമാരെ അറഫയിൽ ഒരുമിച്ച് കൂടിയതൊന്നും ലോകത്തെ ശതകോടി ഗ്രാമങ്ങളിൽ അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവരെന്താ ചെയ്തിരുന്നത്? ലോകത്തെ കോടി ഗ്രാമങ്ങളിൽ മനുഷ്യർ ഇത് അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഐക്യദാർഢ്യം നടന്നത്? ഇസ്ലാമിലൊരു ഇബാദത്ത് നിങ്ങൾ പറഞ്ഞു തരുമോ? കാലം മാറുന്നതിനും ടെക്നോളജി മാറുന്നതിനും അനുസരിച്ച് മാറി വരുന്ന ഇബാദത്ത് ഒന്ന് പറഞ്ഞു തരുമോ? ഇസ്ലാം പ്രായോഗികമായ സർവകാലികമായ മതമാണ്. ആ പ്രായോഗികമായ സർവകാലികമായ മതം എന്താ ചെയ്യണ്ടു? ഓരോ പ്രദേശത്തുകാരും അവർക്ക് മാസം കാണുന്നതിനനുസരിച്ചാണ് നോമ്പ് നോൽക്കേണ്ടത്. സൂമു ലിറുയതിഹി വഅഫ്തറു ലിറുയതിഹി. നോമ്പ് നോൽക്കേണ്ടതും പെരുന്നാൾ ആഘോഷിക്കേണ്ടതും മാസപ്പിറവിയെ അടിസ്ഥാനമാക്കിയിട്ടാണ്, മനുഷ്യന്റെ കാഴ്ചയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോ ഒരു ദേശത്തിന്റെ ആളുകൾ ഒന്നിച്ചൊരു കാഴ്ച കണ്ടാൽ അതാണ് അവലംബിക്കേണ്ടത്. അതുകൊണ്ടാണ് മറ്റൊരു ദിക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആളുകൾ ഞങ്ങൾക്ക് അവിടെ നോമ്പായിരുന്നു എന്ന് പറയാണ്. ഞങ്ങൾക്ക് അവിടെ നോമ്പായിരുന്നു എന്ന് പറയുന്ന സംഭവ വികാസങ്ങൾ ഹദീസുകൾ കാണാം. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഓരോ പ്രദേശത്തിനും അവരുടെ കാഴ്ച തന്നെ വേണം എന്നും പഠിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. മക്കയെ ഒറ്റ കേന്ദ്രമാക്കി നോമ്പ് നോൽക്കണേ, മസ്അലയും പെരുന്നാൾ ആഘോഷിക്കണം, മസ്അലൊക്കെ ഉണ്ട്. എന്റെ ചോദ്യം ഇതാണ്, മാർക്കോണി റേഡിയോ കണ്ടെത്തും മുമ്പ് ശബ്ദ തരംഗങ്ങൾ, പിന്നെ അതിന്റെ ശേഷം വീഡിയോ ചിത്രങ്ങൾ ഒക്കെ അന്തരീക്ഷത്തിലൂടെ കണക്ട് ചെയ്തെടുക്കാവുന്ന ഡിവൈസുകൾ കണ്ടെത്തും മുമ്പ് ലോകം എങ്ങനെയാണ് ഇത് ആചരിച്ചത്? ഫോൺ കണ്ടെത്തും മുമ്പ് ലോകം എങ്ങനെയാണ് ഇത് ആചരിച്ചത്? അതുകൊണ്ട് ഇസ്ലാമികമായി ഓരോ നാടിനും ആ നാടിന്റെ കാഴ്ച വേണം. ഞങ്ങളെന്തേ കലണ്ടറിൽ നോക്കി ആണല്ലോ നിസ്കരിക്കണേ? ഓരോ വക്തും ഇങ്ങനെ ആകാശത്തേക്ക് നോക്കണമെന്നും നയൽ വെച്ച് നോക്കണമെന്നും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും. ഓരോ മാസവും നോക്കൽ ബുദ്ധിമുട്ടല്ലേ?
നമ്മളെ ബുദ്ധിമുട്ടും നമ്മളെ അസൗകര്യമല്ല, ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഫർളൈനാണത്. അതിനൊരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതനുസരിക്കുകയാണ് സമുദായം ചെയ്യേണ്ടത് അല്ലേ. ഇപ്പൊ ഞാൻ ആ ടീമിലുള്ള ഒരാളല്ല വിചാരിക്കുക. ഞാനിങ്ങനെ നോക്കുമ്പോൾ കടപ്പുറത്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് മാസം കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ മുഴുവൻ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. നാട്ടുകാർ മുഴുവൻ എന്താണ് നോമ്പ് അനുഷ്ഠിക്കുകയാണ്. ഞാനാണെങ്കിൽ മാസം കണ്ടു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ ഖാദിനെ ബന്ധപ്പെടണം. ഖാദിനെ ബന്ധപ്പെട്ടിട്ട് പറയണം, ഞാനിങ്ങനെ എന്നോടത്തുനിന്ന് പരപ്പനങ്ങാടി കടപ്പുറത്തുനിന്ന് ഞാൻ കണ്ടു, നിങ്ങളെ കൂടെ ആരുണ്ടതിന് രണ്ടാളുണ്ട്. ഖാദി പറയാൻ എന്നെ വിശ്വസിക്കാൻ പറ്റില്ല. അതോടുകൂടെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? വേഗം സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട ഫോട്ടോ ഇടലും, ഞാൻ ബഹളം ഉണ്ടാക്കലല്ല, ഞാൻ സ്വസ്ഥമായിട്ട് പെരി പോവുക, നല്ലോണം ചോറ് കഴിക്കുക, ഉണ്ടാതിരിക്കുക, എന്നിട്ട് അടുത്ത ദിവസം എല്ലാവരും കൂടെ പെരുന്നാൾ ആഘോഷിക്കുക. അതാ മസല. ഇത് എല്ലാ മസലിമാരിയല്ല, ഇത് തീരുമാനിക്കണവർക്ക് അതിലൊരു അധികാരമുണ്ട്. അവരാണത് വേർതിരിച്ച് പറയേണ്ടത്. നമുക്കൊരു ബേജാറുമില്ല. ഓര് നമ്മളെ ചതിച്ച ഓല് വിട്ടു, അത്രേ ഉള്ളൂ. ഇസ്ലാമിൽ അങ്ങനത്തെ അപൂർവ മസലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു നാട് മുഴുവൻ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. എനിക്കാണെങ്കിൽ നോമ്പാണ് അല്ലേ, എനിക്കാണെങ്കിൽ നോമ്പാണ്. ഞാൻ അവിടെ ബഹളത്തിന് പോകല്ല വേണ്ടത്, ഞാനിവിടെ ബഹളത്തിന് പോകല്ല. അതല്ലെങ്കിൽ 28-ന്റെ അന്നാണ് മാസം കണ്ടു, 28-ന്റെ അന്നാണ് മാസം കണ്ടു, ശരിക്കും അന്തരീക്ഷത്തിലൂടെ കണ്ടു. എന്താ വേണ്ടു? ആ മാസം കഴിഞ്ഞ മാസം നോക്കിയപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, നമ്മളെ കണ്ണിൽ വന്നിട്ടില്ല. മാസം അവിടെ ഉണ്ടായിരുന്നു. മാസം അവിടെ പപ്പട വട്ടത്തിൽ ഉണ്ടായിട്ട് എന്താ കാര്യം? നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ബാധ്യതല്ല. മനസ്സിലല്ലേ? അപ്പൊ 28-ന് അത് വ്യക്തമായി കണ്ടാലോ എന്ത് ചെയ്യണം? കഴിഞ്ഞ മാസം നമ്മൾ കണ്ടെടുത്തും കണക്കൂട്ടിയെടുത്തും പ്രശ്നമുണ്ട്, ഖലാസ് കഴിഞ്ഞു, വിഷയം കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? ആ സമൂഹത്തിന്റെ കൂടെ കൂടിയിട്ട് ആ കാര്യത്തിൽ ഇടപെടും, അത്രേ ഉള്ളൂ. ഇസ്ലാമിലുള്ള മസാല പഠിക്കേണ്ടമാതിരി പഠിച്ചാൽ ഒരു കൂക്കുമ്പിളിന്റെയും ഒന്നിന്റെയും ആവശ്യം യഥാർത്ഥത്തിൽ ഉണ്ടാകൂല. നമ്മൾ പ്രമാണം പറഞ്ഞുകൊടുത്ത് നിന്നാൽ മതി കേട്ടോ, പ്രമാണം പറഞ്ഞുകൊടുത്ത് നിന്നാൽ മതി. കൂട്ടായ്മകളൊക്കെ പ്രമാണം പറഞ്ഞുകൊടുത്ത് നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. ഏതായാലും ദിൽഹിജ്ജയിലെ ഈ നോമ്പ് ഏറെ മഹത്തരമായൊരു നോമ്പാണ്. സിയാമു യൗമ അറഫ ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫറ സനതല്ലതി ബഅദഹു വസനതല്ലതി ഖബ്ലഹു. വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ ഒരു വർഷത്തെ മുഴുവൻ പാപവും പുറത്തു കിട്ടുന്നതാണ്. അത് അശ്രദ്ധമാകരുത്. ദുൽഹിജ്ജ 1 മാസപ്പിറവി ഉറപ്പിച്ചാൽ പിന്നെ 9 എന്നാ നമുക്ക് വേഗം മനസ്സിലാവും. വീട്ടിലെല്ലാവർക്കും നോമ്പ്, വീട്ടിലെ എല്ലാവർക്കും നോമ്പ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അപ്പൊ ഒന്ന് നമ്മൾ നോമ്പ് പറഞ്ഞു, ഒന്ന് നമ്മൾ നിസ്കാരം പറഞ്ഞു, 2 നമ്മൾ നോമ്പ് പറഞ്ഞു. ഇനി മൂന്നാമത്തത് തക്ബീറാണ്. തക്ബീറാണ്. നോക്കൂ നിങ്ങൾ, മാമിൻ അയ്യാമിൻ അഅളമു ഇൻദല്ലാഹി വലാ അഹബ്ബ ഇലൈഹി അൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യേണ്ട ദിനങ്ങളാണിത്. ഫഅക്സിറു ഫീഹിന്ന തഹ്ലീല വതക്ബീറ വതഹ്മീദ്. നിങ്ങൾ തക്ബീറും തഹ്ലീലും തഹ്മീദും ഒക്കെ ആ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണം. നിങ്ങൾ തക്ബീറും തഹ്ലീലും തഹ്മീദും ഒക്കെ ആ ദിനങ്ങളിൽ വർദ്ധിപ്പിക്കണമെന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ചു. എന്നാൽ പലപ്പോഴും പലയിടത്തും തക്ബീറും തഹ്ലീലും ഒച്ചയും വിളിയൊക്കെ ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ പക്ഷെ ആൾക്കാരത് മറന്നു പോണ ഒരവസ്ഥ ഉണ്ട്. ഒരിക്കലും ഇത് സംഘടിതമായി ചെയ്യേണ്ട ഒന്നല്ല. എല്ലാവരും കൂടി പള്ളിയിൽ ഇരുന്നിട്ട് നിസ്കാരത്തിന്റെ ശേഷം 6 തക്ബീർ 6 തഹ്ലീൽ, അങ്ങനല്ല. ഇസ്ലാം പഠിപ്പിച്ച മാതിരി പഠിപ്പിച്ചാൽ മതി. ഓരോരുത്തർക്കും അവരുടെ സീറ്റിലിരുന്ന് അവരുടെ സ്വന്തത്തെ കേൾപ്പിക്കുന്ന രീതിയിൽ ചൊല്ലാം. അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലാം. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ എല്ലാ സുന്നത്തുകളും അതേപടി നടപ്പിലാക്കിയിരുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. അതേപോലെ അബൂ ഹുറൈറ, ഇവരൊക്കെ കുറിച്ച് പറയാം. കാന യഖ്റുജാനി ഇല സൂഖ്. അബൂ ഹുറൈറയും ഇബ്നു ഉമറും റളിയല്ലാഹു അൻഹുമ അങ്ങാടിയിലേക്ക് പോകും എന്ന് അയ്യാമൽ അശർ, അവസാനത്തെ 10 ആ ദിനങ്ങളിൽ പോകും. യുഖബ്ബിറാനി, അവരിങ്ങനെ തക്ബീർ ചൊല്ലിയിട്ട് ഇങ്ങനെ നടക്കും. അത് കേൾക്കുമ്പോൾ ഓരോരുത്തർക്ക് ഓർമ്മ വരും, ആളുകൾ ഇങ്ങനെ ചൊല്ലും. അല്ലാതെ ഒരു രണ്ടാളും മുന്നിൽ ഇങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അങ്ങാടി തക്ബീർ ചൊല്ലിയെന്നല്ല. ഒരു ജനങ്ങളെ പ്രേരിപ്പിക്കാനും കേൾപ്പിക്കാനും ചെല്ലിപ്പിക്കാനും വേണ്ടി അവരിങ്ങനെ ഇത്തിരി ഉറക്കനെ ചൊല്ലും. അപ്പൊ അത് കേൾക്കുമ്പോൾ സാധനം വാരി കൊടുക്കണോനും സാധനം വാങ്ങണോനും വിൽപ്പനക്കിരിക്കണോനും കച്ചവടക്കാരനും അല്ല നടന്നു പോണ ആളും ഒക്കെ എന്ത് ചെയ്യും? തക്ബീർ ചൊല്ലുമായിരുന്നു എന്നാണ്. അങ്ങനെ ഹത്ത തർത്തജമിന തക്ബീർ, തക്ബീറിന്റെ ശബ്ദം അവിടെ ശരിക്കും കേൾക്കും. എല്ലാവരും സംഘടിതമായി ചൊല്ലിയിട്ടല്ല, ഒറ്റക്കൊറ്റക്ക് ചൊല്ലിയിട്ട് തന്നെ. നമുക്ക് എന്തുണ്ടെങ്കിലും കൂട്ടായിട്ടേ ചെയ്യേണ്ടതല്ല. എന്തൊക്കെയാണോ കൂട്ടമായി ചെയ്യാൻ പറഞ്ഞത് അതൊക്കെ കൂട്ടമായി ചെയ്യാം. അപ്പൊ നിസ്കാരത്തിന്റെ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000-കണക്കിന് വക്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഒരു വക്തിൽ പോലും പ്രവാചകൻ ഇങ്ങനെ ഉറക്കനെ പ്രാർത്ഥിക്കുകയും സ്വഹാബത്ത് ആമീൻ പറയുകയും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിട്ടില്ല, ഒറ്റ വട്ടം ഉണ്ടായിട്ടില്ല. എന്നാൽ നിസ്കാരത്തിന്റെ ശേഷമുള്ള അദ്കാറുകൾ വളരെ ക്ലിയറാണ്. ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് ചെല്ലേണ്ട അദ്കാറുകൾ ധാരാളമുണ്ട്. ഒരു 1/4 മണിക്കൂർ ഇരുന്ന് വേണമെങ്കിൽ ചെല്ലാൻ പറ്റിയതുണ്ട്. അത് ഫുള്ള് നമ്മളൊരു 3-2 മിനിറ്റിലേക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നീണ്ട കൊല്ലായിട്ട് ആ മിഹ്റാബ് നയിക്കണം ഒറ്റ പ്രാർത്ഥന ഉണ്ടാകും. അവിടെ പ്രളയം ഉണ്ടാകും, ഇപ്പുറത്ത് പിന്നെ കൊറോണ ഉണ്ടാകും, അതിൻ്റെ അപ്പുറത്ത് തീ കത്തനുണ്ടാകും, അതിൻ്റെ അപ്പുറത്ത് ഇടി പൊട്ടനുണ്ടാകും, അതിൻ്റെ അപ്പുറത്ത് ഒരു കുടുംബത്തിൽ എല്ലാവരും കൂടി മരിച്ചിട്ടുണ്ടാവും. ഫിക്സഡ് പ്രാർത്ഥന. അതൊന്നും പ്രാർത്ഥനയിൽ വരില്ല. അതൊന്നും നമ്മൾ പടച്ചവനോട് പറയണില്ല.
അല്ലെ? മൊത്തത്തിലൊരൊറ്റ പ്രാർത്ഥനയായി ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയല്ല വേണ്ടത്. ഇസ്ലാം എന്താണോ പഠിപ്പിച്ചത് അവിടെ നിൽക്കുക. അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും സമാധാനവും ഉണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ഇനി നോക്കൂ നിങ്ങൾ, മറ്റൊന്ന് ഉളുഹിയ്യത്താണ്. ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട മറ്റൊരു പുണ്യകരമായ കാര്യം എന്ന് പറയുന്നത് അറിവാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 3-4 തരം അറിവുകൾ ഇസ്ലാം പറയുന്നുണ്ട്. ഒന്ന് ഇബാദത്തായ അറിവുകൾ, 2 ആദത്തായ അറിവുകൾ, 3 നിഷിദ്ധമായ അറിവ്. എന്താണ് ഇബാദത്തായ അറിവ് എന്ന് പറഞ്ഞാൽ എന്താ? അറുക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച പ്രത്യേക സന്ദർഭങ്ങളിലുള്ളത് ഉളുഹിയ്യത്ത്, അഖീഖത്ത്, അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ്. മറ്റൊന്ന് എന്താ? ആദത്തായ അറിവുകൾ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോഴിനെ ഇറക്കുന്നുണ്ട്, അല്ലേ? മൂരിയിറച്ചി വാങ്ങുന്നുണ്ട് അതിഥികൾ വരുമ്പോൾ, അങ്ങനത്തെ സമയത്തൊക്കെ. മറ്റൊന്ന് നിഷിദ്ധമായ അറിവ്, നിഷിദ്ധമായ അറക്കൽ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പാടില്ല എന്ന് പറഞ്ഞ അള്ളാഹു അല്ലാത്തവർക്കുള്ള അറിവാണ്. അള്ളാഹു അല്ലാത്തവർക്കുള്ള അറിവ് എന്താ? അള്ളാഹു അല്ലാത്തവർക്കുള്ള അറിവ് നേർച്ച എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച ചെയ്ത് അവരുടെ പേരിൽ അറുത്താൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് അങ്ങനത്തെ അറിവുകളുടെ ഭക്ഷണം ഒരു വിശ്വാസി കഴിക്കാൻ പാടില്ല. അത് മംനൂആണ്, അത് വിലക്കപ്പെട്ടതാണ്, അത് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചതാണ്. ഇസ്ലാമിലുള്ള 4 അറിവുകൾ, 1 ഉളുഹിയ്യത്താണ്, 2 ഹജ്ജിലെ അറിവുകളാണ്, 3 പ്രായശ്ചിത്തങ്ങൾ, വ്യത്യസ്തമായ പാപങ്ങൾ ചെയ്താൽ, കുറ്റങ്ങൾ ചെയ്താൽ അറിവുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കുട്ടി ജനിച്ച ഉടനുള്ള അഖീഖ ഉൾപ്പെടെയുള്ള അറിവുകളാണ്. ഉളുഹിയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനാ പേര് വരാനുള്ള കാരണം പൂർവാഹന വേളയിലുള്ള ബലി എന്ന നിലക്കാണ് ഉളുഹിയ്യത്ത് എന്ന പേര് കൊടുത്തത്. അതുകൊണ്ട് പരമാവധി ഈദ് നിസ്കാരം കഴിഞ്ഞ ഉടനെ അറുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആട്, മാട്, ഒട്ടകമൊക്കെയാണ് അറിവിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ പ്രായവും അനുബന്ധങ്ങളൊക്കെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് വാജിബാണെന്ന് പറഞ്ഞ മദ്ഹബുകളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, എണ്ണമറ്റ പണ്ഡിതന്മാരുണ്ട്. വാജിബാണ്, നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ അത് മുസ്തഹബായ അവസ്ഥ ഉള്ളവനൊക്കെ വളരെ ബോധപൂർവം ഒന്നാണ്ട് അഡ്ജസ്റ്റ് ചെയ്താണെങ്കിലും കൊടുക്കേണ്ട, എൻ്റെ അടുത്ത് ഇപ്പോൾ പൈസ അല്ല നാളെ പൈസ വരാണ്ടെന്നുള്ള അവസ്ഥ ഉണ്ടല്ലോ, അടുത്ത മാസം കിട്ടാണ്ടെന്നുള്ള അവസ്ഥ ഉണ്ടല്ലോ, അവരൊക്കെ ചെയ്യേണ്ടത് ആണെന്ന് തന്നെയാണ്. മൻ വജദ സഅതൻ, അറുക്കാനുള്ള അവസ്ഥയുള്ള ഒരു വ്യക്തി, അറുക്കാനുള്ള അവസ്ഥയുണ്ട്, ഫലം യുളഹ, അവൻ അറുത്തില്ലെങ്കിൽ ഫലാ യഹ്ദുർ മുസല്ലാന, അവന് ഈദ് നിസ്കാരത്തിന് വേണ്ടി എന്ത് ചെയ്യേണ്ടതില്ല, മുസല്ലയിൽ വരേണ്ടതില്ല. പുതിയ കുപ്പായക്കെട്ട് കുട്ടികളൊക്കെ കൂട്ടി വണ്ടി ഓടിച്ച് ഈ വൈക്ക് വരണ്ടെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു വൈക്ക് വരണ്ട, അവരവിടെ നിന്നോട്ടെ. അറുക്കാൻ അവസ്ഥ ഉണ്ടായിട്ട് അറുക്കാത്തത് വളരെ ഗൗരവപൂർവ്വം ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡഡ് ഷർട്ട് വാങ്ങാനും ബ്രാൻഡഡ് സംഗതി ചെയ്യാനും വ്യത്യസ്തമായ ടൂറിനൊക്കെ അവൻ്റെ അടുത്ത് പൈസ ഉണ്ട്. ഇന്ന് ടൂറൊക്കെ ഒരുതരം ഭ്രാന്തായി മാറിയിട്ടുണ്ട്, അല്ലേ? ഒരു 2 ദിവസം ഒഴിവിട്ട് അപ്പം പോവുക. എന്നാൽ ദീനിയായ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വരുമ്പോഴോ അവൻ അക്കൗണ്ട് ബാലൻസോ അല്ലാതെ നോക്കും. നമുക്ക് അറിവുണ്ട്, അറിവിൻ്റെ കാര്യങ്ങൾ ഏകദേശം ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നിശ്ചിത എണ്ണ ആളുകളെ, ഒരിക്കലും ഒരു മൃഗത്തെ 7 ആൾ ഇറക്കണം എന്നൊരു നിർബന്ധമല്ല. ഒരാൾക്ക് ഇറക്കാം, 2 ആൾക്ക് ഇറക്കാം, 3 ആൾക്ക് ഇറക്കാം, ആർക്കും ഇറക്കാം, ഒരു പ്രശ്നമല്ല. 7 എന്ന് പറഞ്ഞ ആളുകൾക്കുള്ള സൗകര്യത്തിനാണ്. ഒരു മൃഗത്തെ പൂർണ്ണമായി അറക്കാവുന്ന ആളുകൾ തന്നെ ഒറ്റ ഓഹരിയിലൊക്കെ ഒതുക്കുന്നതാണ് പൊതുവെ സമുദായത്തിൽ കണ്ടുവരുന്നത്. അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള കാര്യം സാന്ദർഭികമായി ഉണർത്തുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ ഇന്ന് കോഴ്സിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികളോട് രക്ഷിതാക്കളോടും കുറച്ച് കാര്യങ്ങൾ പറയണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ ഈ ദുൽഹിജ്ജൻ്റെ ഒരു വിഷയം എന്തായാലും പറയണം എന്നുള്ളതുകൊണ്ടാണ് വിഷയം മാറ്റിവെച്ചത്. അപ്പോൾ കോഴ്സ് പൊതുവേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു സമയമാണ്. അടുത്ത ആഴ്ചയിൽ പറ്റുമെങ്കിൽ പറയാം. പറഞ്ഞതുകൊണ്ട് ഉപകാരം 100% ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, എന്നാലും പറയാം. ഒരു കാര്യം നമ്മൾ ഉറപ്പാക്കണം, അതിലൂടെ കിട്ടുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം ഹറാമിൻ്റെ ഒരു ചെറിയ തരില്ല എന്ന് ഉറപ്പുവരുത്തണം. ഞാനത് വളരെ ഗൗരവപൂർവ്വം ഓർമ്മയൊക്കെയാണ്. മറ്റേത് ഒരു കോഴ്സ് പഠിക്കുന്നു, അവസാനം അതിൽ ജോലി ചെയ്താൽ കിട്ടുന്ന ശമ്പളം ഹറാമാവുമ്പോൾ എന്താ അറിയും, പടച്ച നമ്മളെ ദുആ കേൾക്കില്ല. ഈ ഇരിക്കുന്ന കുട്ടികൾ അവരൊക്കെ കല്യാണം കഴിച്ച് അവർക്കൊക്കെ മക്കളുണ്ടായി, കുട്ടി ICUവിൽ കിടക്കുകയാണ്. എടോ പടച്ചോനെ എൻ്റെ കുട്ടീനെ രക്ഷിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന സ്വീകരിക്കാത്ത കാരണങ്ങളുണ്ടെങ്കിൽ ആ കാരണം സഹോദരന്മാരെ എന്താ പിന്നെ എൻ്റെ ഒരു അവസ്ഥ? ഹറാമായ സമ്പാദ്യം ജീവിതത്തിൽ വന്നാൽ സ്വീകരിക്കൂല, പടച്ചം എടുക്കൂല. കാരുണ്യവാനാണ് റബ്ബ്, എന്തെല്ലാം കാരുണ്യം സ്നേഹം നമുക്ക് തരുന്നത്. നമ്മൾ അറിയണ പോലും നമ്മൾ ശ്വസിക്കുന്നത്, അല്ലേ? ഈ ശ്വാസവായു പടച്ചോനെ തരുന്നത്. നമ്മൾ കഴിക്കണതും കുടിക്കണതും ജീവിക്കണതൊക്കെ നിങ്ങൾ നോക്കുക. ആ മഴത്തുള്ളികൾ അവിടുന്ന് വീണ വേഗതയിലോട്ട് വന്ന് തലയിൽ വീണാൽ പാറ വീണ മാരില്ലേ കാരണം. മഴത്തുള്ളി ശരീരത്തിൽ വീഴുമ്പോൾ അവിടെ ഫിസിക്സ് പഠിച്ച ആൾക്കാർക്ക് അറിയാം, അവിടെ ഒരുപാട് സംഭവങ്ങൾ പടച്ച ക്രമീകരിക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് സംഭവിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന റബ്ബിനോടുള്ള കടമൻ്റെ ഭാഗമാണ്. 2, പരമാവധി ദീനിയായ അന്തരീക്ഷമുള്ള സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ലിബറൽ ക്യാമ്പസുകളുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ
നമ്മൾ ഈ 5 ഉറുപ്പിക എടുത്തിട്ട് ചായ എടുക്കണ മാതിരി 5 ഉറുപ്പിക എടുത്തിട്ട് കോണ്ടെടുത്ത് ലിബറലായിട്ട് പോകാൻ പറ്റുന്ന പെൺകുട്ടികളുടെ കൂടെ പോണേ, ആൺകുട്ടികളുടെ കൂടെ പോണേ, അല്ലേ? സിറ്റുവേഷൻഷിപ്പ് എന്നപ്പോൾ പറയാം, റിലേഷൻഷിപ്പ് അല്ല. ഒക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ +2 പഠിക്കുന്ന കുട്ടികൾക്ക് 2 പെൺകുട്ടികളോട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞാൽ മഹാസംഭവിക്കാരം. നിങ്ങൾ പോണ ക്യാമ്പസുകൾ എന്ന് പറഞ്ഞത് നശിച്ച് നാമാവശേഷമാകാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളിടത്തേക്കാണ് പൊതുവേ നമ്മൾ പോകുന്നത്. അത് ഇനിയിപ്പോൾ എന്താ പറയുക, ഇൻ്റർനാഷണൽ ക്യാമ്പസുകളൊക്കെ കേരളത്തിൽ വരിക എന്നാണ് പറയുന്നത്. അതും കൂടി ആകുമ്പോൾ എടുക്കാമല്ല, ഭയങ്കര ദുരന്തത്തൊക്കെ പോണത്. റിലേഷൻഷിപ്പായിരുന്നു, ലവറായിരുന്നു, ലവറൊക്കെ പോയി ബെസ്റ്റിയായി, അല്ലേ? അവിടുന്ന് പോയി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു അപ്ഡേഷൻ വാങ്ങി, ഈ വിഷയങ്ങളൊക്കെ അറിയുന്ന സുഹൃത്തുക്കളുടെ അടുത്ത് ഒരു അപ്ഡേഷൻ. എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്, CRE ഉണ്ട്. അപ്പോൾ CREയിലേക്ക് നാളെയോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലോ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ അപ്ഡേഷൻ എടുത്തപ്പോൾ ഞാൻ ഒരുപാട് പിന്നിലാണ്. 3 മാസം മുമ്പാണ് ഞാൻ അപ്ഡേഷൻ എടുത്തത്. അപ്പോൾ ഒരുപാട് പിന്നിലാണ്, ഭയങ്കര അപകടത്തൊക്കെ പോണേ. റിലേഷൻഷിപ്പ് പറഞ്ഞാൽ എന്താ, കുറച്ച് കാലം ഇങ്ങനെ രണ്ടാളും ജീവിച്ച് ഒരുമിച്ച് ബോധ്യപ്പെടുമ്പോൾ ഒരു സെക്സൊക്കെ ചെയ്യും. ഇപ്പം എന്താ ഒരു സിറ്റുവേഷൻ അനുകൂലമായി വന്ന അപ്പോൾ പരിപാടി. കുട്ടികളെ കൊണ്ട് സിനിമകളും അനുബന്ധങ്ങളും എത്തിക്കുന്ന ഒരു തലമാണത്. അപ്പോൾ ഇച്ഛകൾക്ക് വിരാജിക്കാൻ ഇടം കൊടുത്ത് അതിനൊക്കെ മുദ്രാവാക്യം എഴുതി കൊടുത്ത്, അല്ലേ? കുട്ടികളുടെ സ്വാതന്ത്ര്യമാണ്, മൈ ബോഡി മൈ ചോയ്സ് ആണ്, എൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് കുട്ടികളെ മൂച്ചിമ കയറ്റി നശിപ്പിക്കണ കാലത്ത് നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് ഇത് ശക്തമായി നേരിടണം. ഇത് നേരിട്ടുകൊണ്ടേ ഇരിക്കണം നമ്മൾ. ഡയലോഗ് അതിനുശേഷം ഓപ്പൺ ഡയലോഗ് എന്നുള്ള പേരിൽ ഈ ഞായറാഴ്ച ഇത്തരം ആളുകളെ ചോദ്യത്തിന് ക്ഷണിച്ചുകൊണ്ട് മൈക്ക് അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ടുള്ള ഒരു സെഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 10 പരിപാടികൾക്ക് ശേഷം പിന്നെ 2ാമത്തെ പരിപാടിയാണിത്. ചോദ്യോത്തരത്തോടു കൂടെ നാദാപുരത്താണ്, ഓൺലൈനിൽ പ്രോഗ്രാം ഉണ്ടാകും. നിങ്ങളൊക്കെ കേൾക്കുക, കുട്ടികളൊക്കെ കേൾപ്പിക്കുക. ഇത്തരം വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സെഷനായിരിക്കും. നാളെ CRE ഉണ്ട് എന്നുള്ള കാര്യം രക്ഷിതാക്കളെ അറിയിക്കുന്നു. വളരെ ശ്രദ്ധാപൂർവം അതിലിടപെട്ട് വരുന്ന കുറേ മക്കളുണ്ട്. എന്നാൽ വാപ്പാർക്കുംമാർക്കും ഒരു തരി ബോധമല്ലാത്തതുകൊണ്ട് എത്താത്തവരുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആളുകളെ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയുന്ന രീതി ശരിക്കും ഖുത്ബയിലുള്ളതാണ്, ഞാൻ പറയണില്ല എന്ന് മാത്രം കേട്ടോ. നിങ്ങളെ കുട്ടികളെ കുറിച്ച് എൻ്റെ കാലുമ്പോൾ മുറി ഉണ്ടായാൽ നിങ്ങൾക്ക് വേദന ആവില്ലല്ലോ. നിങ്ങൾക്ക് വേദന ആണെങ്കിൽ നിങ്ങളെ കാലുമ്പോൾ മുറി വേണം, അപ്പോഴേ ആവുള്ളൂ. എന്തായാലും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ ദീനി രംഗത്തെ പൂർണ്ണമായ സൂക്ഷ്മതകൾ ഉണ്ടാകണം എന്ന് തീർച്ചയായും പറയണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ മുഅ്മിനുകളിൽ മുഖ്ലിസുകളിൽ മുത്തഖീങ്ങളിൽ അവൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. മക്കളിൽ നിന്ന് കൺകുളിർമ മാത്രം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴോ നമ്മൾ ഖബറിലാകുമ്പോഴോ അവരെക്കുറിച്ച് ദുരന്തങ്ങളോ ദുഃഖകരമായ കാര്യങ്ങളോ സംഭവിക്കുന്നതില്ലെന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ മക്കൾക്കും മാതാപിതാക്കൾക്കുമൊക്കെ സ്വർഗ്ഗത്തിൽ ഒന്നിക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദിൽ ശിർക വൽ മുശ്രിക്കീൻ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൈഹി വസല്ലം.